സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തിക്കറിയും അതുപോലെ തന്നെ കരിമീൻ ഫ്രൈയും. അപ്പോൾ അതിനുള്ള സാമഗ്രികളെല്ലാം സെറ്റാക്കിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ കുക്കിങ്ങിലോട്ടോ അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പാനങ്ങ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് നമുക്ക് നല്ല ഉലുവ എടുത്തിടാം. അപ്പോൾ ഈ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് നല്ല നാടൻ കറിവേപ്പില ഉണ്ടല്ലോ അങ്ങ് വാരിക്കണ്ട് വിതറാം. അപ്പം ഇച്ചിരി പേര് ശബ്ദം കേൾക്കും. ആ ഒരു ശബ്ദവും ഒരു മണമുണ്ട്. ആഹാ, ആ ഒരു മണത്തിൻ്റെ അതൊന്നും വേറൊന്നും വരത്തില്ലടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി അങ്ങോട്ട് എടുത്തിടാം. അപ്പോൾ ആ ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ ബാച്ചിലർ ടൈപ്പ് മീൻകറിയാണ് കേട്ടോ. സോ അതുകൊണ്ട് എന്തെങ്കിലും വെൽ ഷെഫുമാർ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് കളയുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഒന്ന് സവാള വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സവാളയൊക്കെ വാടി വന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മസാല കുട്ടപ്പം വരെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാന്നുള്ളൂ. നമ്മൾ ബാച്ചിലർ മീൻകറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എങ്കിൽ പോലും ഇത് അങ്ങനത്തെ ഒരു മീൻകറിയല്ല. കാരണം നമ്മൾ മത്തി എടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഫിഷ് മസാലയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റിന് വയ്ക്കുന്നുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കിയിട്ട് ആ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ മസാലയ്ക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഗരം മസാല ഇടുന്നൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, വേറെ കാര്യമൊന്നുമില്ല, കുറച്ചിട്ടാൽ മതി. അപ്പോൾ അതിട്ടിട്ടൊന്ന് ഈ പച്ചമുളകൊക്കെ പോകുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടുകുറ എന്ന് പറയുന്ന കണക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് സെറ്റാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച്, അതായത് നോർമലി എല്ലാവരും ചൂടുവെള്ളം ഒഴിക്കുന്നത്, അപ്പം എനിക്കിവിടെ ഇൻഡക്ഷൻ കുക്കറുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കുന്നു. 1-2 കപ്പ് വെള്ളം ഒന്ന് മസാല ചുവ മാറുമ്പോഴത്തേക്കും ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ തിളച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു മണം. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളുള്ളൂ. അതിൻ്റെ അകത്ത് ആഡാക്കേണ്ട മസാല കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി ബെസ്റ്റ് ഒരു കറി തന്നെ ആയിരിക്കും. അത് ബാച്ചിലേഴ്സിൽ നമ്മളെപ്പോൾ നോക്കിയാലും പുറത്ത് ഫുഡ് കഴിക്കുന്നത് ലൈക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെട്ടാലോ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബാച്ചിലറിൻ്റെ മീൻ കറിയും അതുപോലെ തന്നെ നല്ല കരിമീൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകൾ വരും. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അത് തിളയ്ക്കാൻ വയ്ക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഒറ്റ ബാച്ചിലറാണ്, സിംഗിൾ ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുപ്പും എല്ലാം ഒറ്റയ്ക്ക് ആയതുകൊണ്ടും കുറച്ച് പരിമിതികളുണ്ട്. അത് നിങ്ങൾ സഹയും സുഹൃത്തും ക്ഷമിച്ചുകൊള്ളുന്നു ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൽ കിണ്ണം കച്ചി പിടിയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അങ്ങനെ തിളച്ച് വരുന്ന കറിയിലേക്ക് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം മസാല വെച്ച മീനെടുത്തിടാം. അതിന് മുമ്പായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വാളംപുളി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, ഒരു പുളി. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് അറിയാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാം. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ആ മീനെടുത്തൊന്ന് ഫ്രൈ അടിക്കാം. തിള ഓക്കെ, തിളച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവരെ മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല പെട്ട് വെച്ചേക്കുന്ന നല്ല മത്തീനെ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ അടിക്കാം. ഓക്കെ, അപ്പോൾ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മത്തീനൊക്കെ നിര അടുക്കി വെച്ചിട്ട് ഫ്രൈ അടിക്കാം. ഓക്കെ, അപ്പോൾ അവന്മാരെ എടുത്ത് ഇങ്ങനെ അടിക്ക് തട്ടിക്കൂട്ടി ഇങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരൊന്നും ജസ്റ്റ് ഒന്ന് മുരിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ വറുക്കാൻ വയ്ക്കുമ്പോൾ എപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും, നമുക്ക് മറുവശം കരിഞ്ഞു പോകും. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. പാനായിട്ട് നമുക്ക് ഒരു ലിമിറ്റ് തീയിൽ മീൻസ് ആ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ലോ വെച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മീഡിയം നമുക്ക് ഒന്ന് ആ മസാല ഉള്ളൊക്കെ പിടിച്ചൊന്ന് വെന്ത് വന്നാൽ മതി, കാരണം നമുക്ക് കറിയിൽ ഇടേണ്ടതാണല്ലോ. സോ അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പുക വരുന്നത് കരിയുന്നതല്ല, ജസ്റ്റ് നമ്മൾ ആ കറിവേപ്പില ഇട്ടതുകൊണ്ടുള്ളൊരു പോച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. സോ കറങ്ങാൻ പോയ ബെല്ലക്കുട്ടി വിളിച്ചുകൊണ്ട് വന്നത് അതൊക്കെ ഫുഡ് കൊടുത്തു. സത്യം പറയാലോ, കുരുത്തക്കേടിൻ്റെ അങ്ങേയല്ല.
ഈ ഒരാൾ മതി. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെ മാറുമെന്ന് മനസ്സിലാക്കാം. സോ ഗൈസ്, സിംഗിളായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഫൈനലിയൊക്കെ നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കിടന്ന് അപ്പുറ സൈഡും കൂടെ ഒന്ന് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് കറി ഒന്നും കൂടെ ഒന്ന് തീയിലോട്ട് വെച്ച് ചൂടായതിനു ശേഷം ഇതിനെ അങ്ങോട്ട് സ്റ്റാർട്ടാകും. അങ്ങനെ നമ്മൾ മത്തീനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പിനെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് മത്തീനെ ഇതിലോട്ട് കേട്ടിടാം കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് തട്ടാം. സോ കറി ഒരുവിധം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ മീനെ ഇട്ട് അങ്ങോട്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയായിരുന്നു, എന്നാലും കുഴപ്പമില്ല. സോ എല്ലാ മീനും അങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ദെൻ നമുക്കിത് എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിക്കും കുറച്ച് നേരം. ഓക്കെ, ഓൾറെഡി വെന്തതുകൊണ്ട് നമുക്ക് അതേ സമയം ഒരു 5 to 10 മിനിറ്റ് മാക്സിമം, അതുകൊണ്ട് വേണ്ട, അത്രയും വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ മത്തിക്കറി റെഡി. ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നല്ല മണ്ണ അങ്ങനെ മൂക്കിലോട്ട് അടിക്കുന്ന കൂട്ടാ. അപ്പോൾ അതവിടെ അടിക്കുന്നത് പറഞ്ഞാൽ നമ്മളൊരു കരാള മറന്നിട്ടില്ല കേട്ടോ. ദയവിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ കരിമീൻ അങ്ങനെ മസാലയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരാൾ കണ്ടോ, എന്തിനാണെന്തോ ഡെയിലി കുളിപ്പിക്കും, ഇപ്പോൾ ചെടിയെ കളിക്കും, എന്നിട്ട് എൻ്റെ നെഞ്ചത് കടിക്കും. ഇതാണ് ദിബളുടെ പരിപാടി. ഇവിടെ മത്തി റെഡി ആയിട്ടുണ്ട്. മോനെ എന്നാ മണം. മത്തി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് ഓഫ് ചെയ്യാം. ഞാൻ നമ്മുടെ മത്തിക്കുട്ടനെ എടുത്ത് ഒരു സൈഡിലോട്ട് വെച്ചു. അടുത്ത് നമുക്കിനടുത്ത് പാൻ എടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ചൂടാക്കിയിട്ട് നമ്മുടെ മെയിൻ സാധനം സെറ്റാക്കാം. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മനസ്സിലായിരിക്കണം, നമ്മുടെ കരിമീൻ. അതെ, കരിമീൻ സെറ്റാക്കാം. ഇങ്ങോട്ട് റെഡി ആയിരിക്കണം മസാല പിടിച്ച്. അവിടത്തേക്കും എന്താ പാൻ അവിടെ ചൂടായി വരുന്നു. ഒരു 2-3 കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളും കൂടെ അരിഞ്ഞ് വെക്കണം. അത് നമുക്ക് ഇതിനടുത്ത് എണ്ണയിലിട്ടതിന് ശേഷം നമുക്ക് വയ്ക്കാം. ഓക്കെ, സോ പാൻ ചൂടായി നമുക്കടുത്ത് വെളിച്ചെണ്ണ വയ്ക്കാം ഉണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവന്മാരുടെ അടുത്ത് തന്നെ ഇടാം. ഓക്കെ, സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ദെൻ നമുക്ക് കടയുടെ അടുത്ത് പുട്ടിയ ഇങ്ങോട്ട് വറുക്കുക, കറുതറ ദെൻ ആഫ്റ്റർ വിത്ത് ചോറ് കഴിക്കുക, അത്രേ ഉള്ളൂ. സോ ചെറുക്കൻ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. വിജയിക്കുന്നുണ്ട്. സെൻറ്ററിൽ ഗ്യാപ്പ് ഇട്ടേക്കുന്ന വേറെ ഒന്നും കൊണ്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സെൻറ്ററിൽ വെളിച്ചെണ്ണയില്ല. സോ അതുകൊണ്ട് വെളിച്ചെണ്ണ സൈഡിലേക്ക് വെച്ചേക്കാണ്. അങ്ങനെ മൊരിയട്ടെ, അങ്ങോട്ടല്ലേ മൊരിയട്ടെ. നമുക്ക് ചോറും കൂട്ടിയിട്ട് പിടിപിടിക്കുക. നമ്മുടെ കരിമീൻ റെഡി ആയിട്ടാണ് കേട്ടോ. ചെറിയൊരു ഗാർണിഷ് പോലെ ഇതൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ബാച്ചിലറിന് മാത്രം കഴിവാണ് കേട്ടോ. പിന്നെ അവനൊന്നും പുക വരുന്ന പേടിക്കണ്ട. അതൊന്നും ജസ്റ്റ് ഒന്ന് ഈ എണ്ണ കുറഞ്ഞതാണ്. ഡിഷാണ് നല്ലപോലെ വെന്തിട്ടുണ്ട്, കാണാൻ പറ്റും. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇതിന് ഞാനൊന്ന് കുളിച്ചിട്ട് സാപ്പിടാം. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ പരിപാടിയെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മുടെ കരിമീൻ ഫ്രൈ ആയത് അവിടെ നിന്നെല്ലാം സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോറ്, അച്ചാറ്, തൈര്, കറിയൊക്കെ വെച്ച നമ്മുടെ മത്തി. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇത്രയാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാൻ വരെ ബൈ.